തുല്ലാബി അൽ അഹിബ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഇന്ന് 9ാം ക്ലാസ്സിലെ അൻഷിത്തത്തു തഖ്വീമിയ അഥവാ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വീഡിയോക്ക് ആദ്യം തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. കുറേ കുട്ടികൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു 9ാം ക്ലാസ്സിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ. ഇത് 6ാമത്തെ യൂണിറ്റ് ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഇംല ഇൽ ഫറാഉ മിനൽ ഖൗസൈനി. ഓരോ ചോദ്യവും കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഓരോ ചോദ്യവും കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഉത്തരങ്ങൾ കണ്ടെത്തുക, അർത്ഥങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. ഇംല എന്ന് പറഞ്ഞാൽ മല യംല ഇംല എന്നുള്ളത് ഒരു അംറ ഫിഅലാണ്. നിങ്ങൾ പൂർത്തിയാക്കുക, നിങ്ങൾ പൂരിപ്പിക്കുക. അൽ ഫറാ വിട്ട ഭാഗം, ഒഴിവുള്ള ഭാഗം. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മിനൽ കൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന്. കൗസൈൻ എന്ന് പറഞ്ഞാൽ 2 ബ്രാക്കറ്റ്. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്ത വാക്കിന്ന് യോജിച്ചതെടുത്തിട്ട് പൂരിപ്പിക്കാനാണ് വിട്ട ഭാഗത്ത്. ഒന്നാമത്തെ നോക്കുക. സൊഇദൽ ഖത്വീബു. സൊഇദ എന്നാണ്. സൊഇദ എന്ന് പറഞ്ഞാൽ കയറി, സ്റ്റെപ്പുകളൊക്കെ കയറുന്നതിനാണ്. സൊഇദൽ ഖത്തീബു, പ്രസംഗകൻ കയറി, ഖത്തീബ് കയറി. അൽ മിമ്പർ, മിമ്പർ എന്ന് പറഞ്ഞാൽ പ്രസംഗ പീഠം എന്നാണ്, അല്ലെങ്കിൽ പള്ളിയിലൊക്കെ ഉള്ള മിമ്പർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൊഇദൽ ഖത്തീബു മിമ്പർ, മിമ്പറിൽ കയറി, മിമ്പറിൻ്റെ മുകളിലേക്ക് കയറണം. അപ്പോൾ മുകളിൽ, ഒരു വസ്തുവിൻ്റെ മുകളിൽ എന്ന് പറയാൻ ഏത് ഹർഫാണ് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ബ്രാക്കറ്റിൽ 3 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അല, ഇല, മിൻ. അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ്. ഉദാഹരണം, ഇവിടെ ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം അല എന്നാണ് വരിക. കാരണം അലൽ മിമ്പരി, മിമ്പറിൻ്റെ മേൽ കയറി എന്നാണ്. മിമ്പറിൻ്റെ ഉള്ളിലേക്കല്ല കയറിയത്, മിമ്പറിൻ്റെ താഴ്ഭാഗത്തേക്കല്ല കയറിയത്, സൈഡിലേക്കല്ല, മുകളിലേക്കാണ്. അപ്പോൾ അതിനാണ് അല എന്നുള്ളത് ഉപയോഗിക്കുക. ഇല എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലേക്ക് എന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ദഹബുത്തു ഇലൽ മസ്ജിദി, ദഹബുത്തു ഞാൻ പോയി, ഇലൽ മസ്ജിദി എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക്. ആ ലേക്ക് എന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇല എന്നുള്ളത് കേട്ടോ. അപ്പോൾ പള്ളിയിലേക്ക്, ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് എന്നൊക്കെ വരാൻ വേണ്ടിയിട്ട്. മിൻ എന്നാണെങ്കിൽ, 3ാമത്തെ ഓപ്ഷനായ മിൻ എന്നാണെങ്കിൽ ഇൽ നിന്ന് എന്നാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റജഅതു മിനൽ മസ്ജിദി, റജഅതു ഞാൻ മടങ്ങി, മിനൽ മസ്ജിദി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന്. ആ ഇൽ നിന്ന് എന്ന് വരാൻ വേണ്ടിയിട്ടാണ് മിൻ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 3 ഹർഫുകളും മനസ്സിലാക്കുക. ബാക്കിയുള്ളത് ഇതേപോലെ പറയുന്ന സമയത്ത് എല്ലാം എന്ത് ചെയ്യുക, മനസ്സിലേക്ക് കുറിച്ച് വെക്കുക. രണ്ടാമത്തത്, ആയിഷ ഉമർ റളിയല്ലാഹു അൻഹു. ആയിഷ ജീവിച്ചു, ആയിഷ ജീവിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചു. എങ്ങനെയാണ് ജീവിച്ചത്? ഡാഷ്. ആ ജീവിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ് അതിൽ നിന്ന് കണ്ടെത്തേണ്ടത്. അവിടെ ഷുജാഅൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഷുജാഉൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഷുജാഇൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഷുജാ എന്ന് പറഞ്ഞാൽ ശരിക്ക് ധൈര്യം, ധൈര്യശാലി എന്നാണ്. അപ്പോൾ ധൈര്യശാലിയായിക്കൊണ്ട് എന്ന് പറയണം. അവിടെ ഇസ്മു ഫായിൽ വസനുള്ളതാണ് വരിക. അപ്പോൾ ആയിഷ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചു. എങ്ങനെയാണ് ജീവിച്ചത്? അവിടെ ഹാല് ആണ് വരേണ്ടത്. അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദത്തിനെയാണ് ഹാല് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ് അവിടെ വരേണ്ടത്. അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദങ്ങളുടെ അല്ലെങ്കിൽ ഹാലിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എപ്പോഴും ഫത്തഹ് ആയിരിക്കും. ഇവിടെ ഷുജാഅൻ എന്നുള്ളിടത്താണ് ഫത്തഹ് വരുന്നത്. അപ്പോൾ ഷുജാഅൻ എന്നാണ് വരിക. ഷുജാഅൻ അത് മുദക്കറാവുമ്പോൾ അവസാനത്തിൽ ഒരു അലിഫും കൂടെ വരും, ഷുജാഅൻ എന്നുള്ളത്. അതിന് കഴിഞ്ഞിട്ട് ഒരു അലിഫ് കണ്ടില്ലേ. ഇനി മുഅന്നസ് ആണെങ്കിൽ, പെണ്ണാണെങ്കിൽ ഷുജാഅത്തൻ എന്നാണ് വരിക കേട്ടോ. അത് ഉദാഹരണത്തിൽ വരുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവിടെ മുദക്കറായതുകൊണ്ട് ഷുജാഅൻ എന്നാണ് ഉത്തരമായിട്ട് വരിക. 3ാമത്തെ ഓപ്ഷൻ ഖുമാഷുൻ ജംഉഹു. ഖുമാഷ് വസ്ത്രം എന്നുള്ളതിൻ്റെ ജം, അതിൻ്റെ പ്ലൂരൽ എന്താ വരിക? അഖ്മിഷത്തുൻ, അഖ്മിഷാത്തുൻ, അഖ്മൂഷാത്തുൻ എന്ന് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത അനുസരിച്ചിട്ട് അഖ്മിഷത്തുൻ എന്നാണ് അതിൻ്റെ ആൻസർ വരിക. അഖ്മിഷത്തുൻ എന്നാണ് ആൻസർ വരിക. ടെക്സ്റ്റ് ബുക്കിൽ 6ാമത്തെ യൂണിറ്റിൽ കുറേ ആക്ടിവിറ്റികൾ ഈ ജമ്മും മുദക്കറും അതേപോലെ മുലാരിയും മാലിയൊക്കെ ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കട്ടോ. 4ാമത്തെ ചോദ്യം വരുന്നത്, ഖളാ ഉമർ റളിയല്ലാഹു അൻഹു ഡാഷ് ഖാദിമൻ ലിൽ ഉമ്മത്തി. ഖളാ ചിലവഴിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു ചിലവഴിച്ചു ഡാഷ്
ഖാദിമൻ സേവകനായിക്കൊണ്ട് ലിൽ ഉമ്മത്തി സമുദായത്തിന്, ലിൽ ഉമ്മത്തി തൻ്റെ ഉമ്മത്തിന് സേവകനായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചെലവഴിച്ചു. എന്താണ് ചെലവഴിച്ചത് എന്നാണ് ആ ഡാഷുള്ളോടത്ത് ഒഴിവുള്ളോടത്ത് പൂരിപ്പിക്കാനുള്ളത്. അവിടെ ബ്രാക്കറ്റിൽ എന്താ കൊടുത്തുള്ളത്? ഹയാത്തഹ. ഹയാത്തുൻ എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ്. ഹയാത്തഹു എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഹയാത്തഹും എന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ. ഇവിടെ ഹയാത്ത് എന്നുള്ളത് പൊതുവെ 3 ഓപ്ഷനിലും വന്നിട്ടുണ്ട്. പൊതുവായിട്ടുള്ള കാര്യമാണ്. ഹയാത്തുൻ എന്ന് പറഞ്ഞാൽ ജീവിതം ആണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ കൂടെ ഹു, ഹും എന്നുള്ള വാക്കുകളും കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഹയാത്തഹ എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവളുടെ ജീവിതം എന്നാണ്. എന്ന് പറയുമ്പോൾ അവളുടെ എന്നാണ്. ഹയാത്ത് ജീവിതം. അപ്പോൾ അവളുടെ ജീവിതം എന്നായിട്ട് മാറും. അപ്പോൾ ഒരു ഇസ്മിൻ്റെ കൂടെ എന്ന് ചേർന്ന് വരികയാണെങ്കിൽ അവളുടെ എന്നുള്ളതും കൂടെ അർത്ഥത്തിൽ ചേർന്ന് വരും. ഉദാഹരണം കിതാബുൻ എന്ന് പറഞ്ഞാൽ പുസ്തകം. കിതാബുഹ എന്നാണെങ്കിൽ അവളുടെ പുസ്തകം എന്നായിട്ട് മാറും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. ഹയാത്തഹു എന്നാണ്. ഹയാത്തഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം എന്നാണ്. അപ്പോൾ ഹു എന്ന് വരികയാണെങ്കിൽ അവൻ്റെ എന്നുള്ള അർത്ഥം ചേർന്ന് വരും. ഉദാഹരണം കിതാബുൻ പുസ്തകം, കിതാബുഹു അവൻ്റെ പുസ്തകം. ഇനി മൂന്നാമത്തെ ഓപ്ഷനിൽ ചേർന്ന് വന്നിരിക്കുന്നത് ഹും എന്നാണ്. അവരുടെ എന്നുള്ള അർത്ഥമാണ്. അവരുടെ എന്ന് പറഞ്ഞാൽ കുറേ ആണുങ്ങളുടെ എന്ന് കൂടി ചേർന്ന് വരും. അപ്പോൾ ഹയാത്തഹും അവർ കുറേ ആണുങ്ങളുടെ ജീവിതം എന്നുള്ളത് ചേർന്ന് വരും. അപ്പോൾ ഏതാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഒരു പുരുഷനാണ്, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഹയാത്തഹു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നാണ് അർത്ഥം വരിക. അദ്ദേഹത്തിൻ്റെ ജീവിതം ഉമ്മത്തിന് വേണ്ടിയിട്ട്, ഉമ്മത്തിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു എന്നാണ്. അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ഷെരിബത്ത് ജുമാന അൽ ഹലീബ. ഷെരിബത്ത് എന്ന് പറഞ്ഞാൽ കുടിച്ചു. ഷെരിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്നാണ്. ജുമാന എന്നുള്ളത് ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഷെരിബത്ത് എന്ന് വന്നത്. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഷെരിബത്ത് ജുമാന കുടിച്ചു. അൽ ഹലീബ പാല് കുടിച്ചു. ഏതവസ്ഥയിലാണ് കുടിച്ചത് എന്നുള്ളതാണ് അവിടെ ഡാഷ് എന്നുള്ളിടത്ത് പൂരിപ്പിക്കേണ്ടത്. അത് ഞാൻ ഓപ്ഷൻ നോക്കിയിട്ടാണ് ഈ അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. ജാലിസത്തൻ, ജാലിസൻ, ജാലിസാത്തിൻ എന്നാണ്. അപ്പോൾ നേരത്തെ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ ഇതേ ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ മുദക്കറായിരുന്നു. ഇവിടെ ജുമാന എന്നുള്ളത് പെണ്ണാണ്. അവിടെ മുഅന്നസ് ആവുമ്പോൾ എന്താ വരിക എന്നുള്ളത് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനത്തിൽ ഫതഹ് വരുന്നതാണ്. അതേപോലെ മുഅന്നസ് ആണെങ്കിൽ അവസാനം ഹാത്താ വരുന്നതാണ്. അതേപോലെ ഇട്ടിട്ടുള്ള താ വരുന്നതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജാലിസത്തൻ എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ട് വരിക. ജാലിസത്തൻ പെണ്ണായതുകൊണ്ട് തന്നെ ജാലിസത്തൻ എന്നാണ് ശരിയായിട്ട് വരിക. ഓക്കെ. ആറാമത്തെ ചോദ്യം അക്ബല അൽ വാലിദു. അക്ബല അപ്രോച്ച്ഡ്, അടുത്തു. അൽ വാലിദു പിതാവ് അടുത്തു. എങ്ങനെയാണ് അടുത്തു വന്നത്? എങ്ങനെയാണ് അടുത്തത്? അവിടെയും ഹാലാണ് വരുന്നത്. ഹാലിനെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ആണാണ്, അതായത് മുദക്കറാണ്. പിതാവ് എന്ന് പറയുന്നത് മുദക്കറാണ്, ഒരാളെ ഉള്ളൂ. അപ്പോൾ മുസ്രി എന്നൊക്കെ പറഞ്ഞാൽ വേഗത്തിൽ എന്നാണ്, ഫാസ്റ്റ്ലി എന്നാണ് കേട്ടോ. അപ്പോൾ മുസ്രി അറ്റുൻ, അതേപോലെ മുസ്രി ഓന എന്നുള്ള ജമ്മാണ്. അപ്പോൾ അവിടെ ഏതാണ് വരിക? മുസ്രി അത്തുൻ എന്നുള്ള സ്ത്രീലിംഗത്തിനാണ് ഉപയോഗിക്കുക. മുസ്രി അൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരാളാണ്, മുദക്കറാണ്. ഓക്കെ. ഏഴാമത്തെ ചോദ്യം വരുന്നത് മൻസിലുൻ മുത്തറാദിഫുഹു. മൻസിലുൻ എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് നമുക്കറിയാം. മൻസിലുൻ മുത്തറാദിഫുഹു അതിൻ്റെ പര്യായ പദം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മുറാദിഫ് എന്നൊക്കെ പറഞ്ഞാൽ പര്യായ പദം, സിനോണിം എന്നാണ് കേട്ടോ ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ അവിടെ ഡാഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുത്തറാദിഫ് എഴുതാനാണ് പറയുന്നത്. നേരെ ബ്രാക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മദ്രസത്തുൻ എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ. മദ്രസത്തുൻ എന്ന് പറഞ്ഞാൽ വിദ്യാലയം, സ്കൂള് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. രണ്ടാമത്തെ വാക്ക് വരുന്നത് ഖറിയത്തുൻ എന്നാണ്. ഖറിയത്തുൻ എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ്. അപ്പോൾ മദ്രസത്തുൻ എന്ന് പറഞ്ഞാൽ വിദ്യാലയം
വിദ്യാലയം വീടുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അത് വല്ല സാമ്യമുണ്ടോ? ഇല്ല. അപ്പോൾ രണ്ടാമത് നോക്കുക, കറിയത്തുൻ എന്നാണ് ഗ്രാമം. ഗ്രാമവും മൻസിലും, കറിയത്തും അതേപോലെ മൻസിലും ഉത്തരാദിഫായിട്ട് വരും. ഒരേ അർത്ഥമാണോ? അല്ല. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക, ബൈത്തുൻ വീട്. മൻസിലുൻ എന്ന് പറഞ്ഞാലും വീട്, ബൈത്തുൻ എന്ന് പറഞ്ഞാലും വീട്. അപ്പോൾ ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകളാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ബൈത്തുൻ എന്നാണ്. മൻസിലുൻ, ബൈത്തുൻ, ദാറുൻ എന്നൊക്കെ പറഞ്ഞാൽ വീട് എന്നുള്ള അർത്ഥമാണ്. എട്ടാമത്തെ ചോദ്യം വരുന്നത് ഇത്തസ്വല നബീലുൻ. ഇത്തസ്വല കോണ്ടാക്ട് ചെയ്തു, ഫോൺ വിളിച്ചു. നബീലുൻ നബീൽ വിളിക്കുകയാണ് ഡാഷ് വാലിദ സാലിം. വാലിദു സാലിമിൻ എന്ന് പറഞ്ഞാൽ സാലിമിൻ്റെ ഉപ്പ എന്നാണ്. സാലിമിൻ്റെ ഉപ്പയെ എന്നാണ്. ഇവിടെ പ്രയോഗങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 6ാമത്തെ യൂണിറ്റിൽ സംസാരിക്കുന്നുണ്ട്. ഇത്തസ്വല എന്നുള്ള സ്ഥലത്തൊക്കെ ബി എന്നുള്ള ഹർഫ് ചേർന്ന് വരും. ആ സെൻറ്റൻസിലൊക്കെ ബി എന്നുള്ളത് ഉണ്ടാവും. ഇത്തസ്വല ബി, കണക്ട് ചെയ്തു. ഇത്തസ്വല എന്ന് പറഞ്ഞാൽ വിളിച്ചു. ആരെയാണ് വിളിച്ചത് എന്നുള്ളതിൻ്റെ തൊട്ട് മുന്നേ ബി എന്നുള്ളത് ചേർന്ന് വരും. ഇവിടെ ഇത്തസ്വല വിളിച്ചു, നബീൽ വിളിച്ചു ഡാഷ് വാലിദ സാലിമിൻ. ആരെയാണ് വിളിച്ചത്? സാലിമിൻ്റെ ഉപ്പയെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സാലിമിൻ്റെ ഉപ്പയെ, അതിൻ്റെ മുന്നേ ബി എന്നുള്ള ചേർന്ന് വരും. അപ്പോൾ ഉത്തരം വരുന്നത് ബി എന്നാണ് കേട്ടോ. ഇത്തസ്വല ബി. ആ ഒരു പ്രയോഗം അങ്ങനെ തന്നെ പഠിക്കുക, ഇത്തസ്വല ബി എന്നുള്ളത്. ബ്രാക്കറ്റിനകത്ത് മറ്റു രണ്ട് ഓപ്ഷനുകൾ നോക്കുകയാണെങ്കിൽ രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് അൻ എന്നാണ്. അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച്, പറ്റി എന്നൊക്കെയാണ് മലയാളത്തിൽ അർത്ഥം വെക്കുക. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അനിൽ മദ്രസത്തി സ്കൂളിനെ പറ്റി, അതേപോലെ അനിൽ മദ്രസത്തി സ്കൂളിനെ കുറിച്ച് എന്നൊക്കെ പറയില്ലേ. നമ്മൾ സ്കൂളിനെ കുറിച്ച് പറയൂ അല്ലെങ്കിൽ സ്കൂളിനെ പറ്റി പറയൂ എന്നൊക്കെ പറയുന്ന പറ്റി അല്ലെങ്കിൽ കുറിച്ച് എന്നുള്ളതിനാണ് അൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക കേട്ടോ. അതേപോലെ തന്നെ ലി വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. 9ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ ലൻ ഡാഷ് റജുല സ്വാലിഹു ഇല്ലൽ ഹക്ക്. റജുലു സ്വാലിഹു എന്ന് പറഞ്ഞാൽ, റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ ആണ് എന്ന് നമുക്കറിയാം. സ്വാലിഹുൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വാലിഹായ സൽസ്വഭാവിയായ ഒരാൾ. അപ്പോൾ റജുലു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സൽസ്വഭാവിയായ ഒരു മനുഷ്യന്, ഇല്ലൽ ഹക്ക് സത്യമല്ലാതെ എന്നാണ്. സത്യമല്ലാതെ, ഇല്ല അല്ലാതെ എന്നാണ്. ഇല്ലൽ ഹക്ക് സത്യമല്ലാതെ. ലൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നാണ്. അപ്പോൾ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യം പറയണം. ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിൽ യഖൂല, യഖൂലു, യഖുൽ എന്നാണ്. ഖാല യഖൂലു എന്ന് പറഞ്ഞാൽ പറയുന്നു അല്ലെങ്കിൽ പറയും എന്നാണ്. അപ്പോൾ സെൻറ്റൻസ് നമുക്ക് അർത്ഥം വെക്കേണ്ടത് അല്ലെങ്കിൽ അർത്ഥം കിട്ടേണ്ടത് ഇങ്ങനെയാണ്: സ്വാലിഹായ ഒരു മനുഷ്യന് സത്യമല്ലാതെ പറയുകയില്ല എന്നുള്ളതിനാണ് ലെൻ എന്ന് കഴിഞ്ഞിട്ട് ആ ബ്രാക്കറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉത്തരം അവിടെ ശരിയാക്കിയിട്ട് വരണം. ലെൻ എന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ പഠിച്ചതാണ്. ലെൻ, അൻ എന്നൊക്കെ വന്നാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന മുലാരിയായ ഫിഅലിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്തഹ് ആയിരിക്കും എന്നുള്ളത്. അൻ, ലെൻ, കൈ, ഇതൻ ഇങ്ങനെ 4 ഹർഫുകൾ മുലാരിയായ ഫിഅലിൻ്റെ മുന്നിൽ വന്നാൽ പിന്നെ വരുന്ന മുലാരിയായ ഫിഅലിന് എന്തായിരിക്കും? അതിൻ്റെ ശേഷം തൊട്ട് ശേഷം വരുന്ന മുലാരിയായ ഫിഅലിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്തഹ് ആയിരിക്കും അഥവാ നസ്ബായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ നോക്കുക, 3 ഓപ്ഷൻ ഉണ്ട്. അവസാനത്തെ അക്ഷരത്തിന് ഫത്തഹ് വന്നത് ഏതാ നോക്കുക. ഏതാണ്? ഒരു ഓപ്ഷന് മാത്രമേ ഫത്തഹ് വന്നിട്ടുള്ളൂ, അത് യഖൂല എന്നാണ്. ലാമിന് കണ്ടില്ലേ ഫത്തഹ്. അപ്പോൾ ലൻ യഖൂല റജുലു സ്വാലിഹു ഇല്ലൽ ഹക്ക്, സൽസ്വഭാവിയായ ഒരു മനുഷ്യന് സത്യമല്ലാതെ പറയുകയില്ല എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. 10ാമത്തെ ചോദ്യം, യുഹിബ്ബു ബാബു ഡാഷ് യദ്റുസൽ അറബിയ. യുഹിബ്ബു ബാബു, ബാബു ഇഷ്ടപ്പെടുന്നു. ബാബു ഒരു കുട്ടിയുടെ പേരാണ് കേട്ടോ. ഡാഷ് യദ്റുസൽ അറബിയ. യദ്റുസ എന്ന് പറഞ്ഞാൽ പഠിക്കുക. അൽ അറബിയ അറബി ഭാഷ പഠിക്കാണ് ബാബുവിന് ഇഷ്ടമാണ് എന്നാണ്. അപ്പോൾ അവിടെ പഠിക്കുക എന്നാണ്, പഠിക്കാൻ എന്ന് പറയണം. അതിന് ഒരു ഹർഫ് ചേർക്കാനുണ്ട്. ആ ഹർഫാണ് ബ്രാക്കറ്റിലുള്ളത്. അൻ, ലെൻ, ഇതൻ ഇങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. ഇതൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്നാണ്. ലെൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അൻ എന്നാണ് അതിന് ഉത്തരമായിട്ട് വരിക. യുഹിബ്ബു ബാബു,
ബാബു ഇഷ്ടപ്പെടുന്നു അൻ യദ്രുസ പഠിക്കാൻ. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരിക. അൻ യദ്രുസ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ, അൽ അറബിയ അറബിക് ലാംഗ്വേജ്, അറബിക് ഭാഷ പഠിക്കാൻ എന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അൻ എന്ന് വന്നാൽ പിന്നെ വരുന്ന മുലാരിയായ ഫിഅലിൻ്റെ തൊട്ട് ശേഷം വരുന്ന മുലാരിയായ ഫിഅലിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്തഹായിരിക്കും എന്നുള്ളത്. അവിടെ നോക്കുക, യദ്റുസ എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതും കൂടെ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ആക്ടിവിറ്റി വരുന്നത് ഇഖ്റ ഉൽ ഫിക്രത്ത വ അജിബ് ഹസ്ബൽ ഇർഷാദാത്ത്. ഇഖ്റ നിങ്ങൾ വായിക്കണം, അൽ ഫിക്രത്ത് പാരഗ്രാഫ് വായിക്കുക, വ അജിബ് എന്നിട്ട് നിങ്ങൾ ഉത്തരം എഴുതണം, ഹസബൽ ഇർഷാദാത്ത് നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട്. വെറുതെ ഉത്തരം എഴുതല്ല, നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അത് നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. റജഅത്ത് സൈനബ് ഇലാ ബൈത്തിഹ ഹസീനത്തൻ. റജഅത്ത് മടങ്ങി, റജഅത്ത് എന്ന് പറഞ്ഞാൽ മടങ്ങി, സൈനബ് മടങ്ങി, ആ കഥയിലുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇലാ ബൈത്തിഹ അവളുടെ വീട്ടിലേക്ക് മടങ്ങി, ഹസീനത്തൻ ദുഃഖിതയായി കൊണ്ടാണ് മടങ്ങിയത്. വകാനത്ത് ഐനാഹ അവളുടെ രണ്ട് കണ്ണുകളുമായിരുന്നു എങ്ങനെ, തദ്രിഫാനി ഇങ്ങനെ ഒഴുകുന്നതായിരുന്നു. ഹിയ ലാ തസ്തത്തിഉ ഹിയ അവള്, ലാ തസ്തത്തിഉ അവൾക്ക് സാധിച്ചില്ല, അൻ തുഫാരിക്ക വേർപിരിയാണ്, വിട്ടുപിരിയാണ്, സ്വദീഖത്തഹ അൽ അസീസ. സ്വദീഖത്തുൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി. നേരത്തെ നമ്മൾ പറഞ്ഞു സ്വദീഖത്തഹ എന്നാണെങ്കിൽ അവളുടെ കൂട്ടുകാരിയെ, എങ്ങനത്തെ, അൽ അസീസത്തി പ്രിയപ്പെട്ട, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ വിട്ടുപിരിയാൻ അവൾക്ക് സാധ്യമായിരുന്നില്ല. ലാഹലൽ വാലിദു ലാഹല നിരീക്ഷിച്ചു, അൽ വാലിദു രക്ഷിതാവ് ഉപ്പ നിരീക്ഷിച്ചു, അന്ന ബിന്തഹു ഹസീനത്തുൻ എന്താണ് അദ്ദേഹം നിരീക്ഷിച്ചത്, അന്ന തീർച്ചയായും നിശ്ചയമായും, ബിന്തഹു അദ്ദേഹത്തിൻ്റെ മകൾ, ബിന്തുൻ എന്ന് പറഞ്ഞാൽ മകൾ, ബിന്തഹു അവളുടെ അദ്ദേഹത്തിൻ്റെ മകൾ എന്നാവും, ഹസീനത്തുൻ ദുഃഖിതയാണ് എന്ന്. ലം തഉദ് തൽഹഖു കആദത്തിഹ ലം തഉദ് തൽഹഖു കആദത്തിഹ പതിവ് പോലെ അവളുടെ ചിരി കാണുന്നില്ല എന്നാണ്. അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്, നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഉത്തരം എഴുതേണ്ടത്. നോക്കുക, ഒന്നാമത്തെ ചോദ്യം എന്താ വരുന്നത്, കൈഫ റജഅത്ത് സൈനബ്. കൈഫ എങ്ങനെയാണ്, റജഅത്ത് മടങ്ങിയത്, എങ്ങനെയാണ് മടങ്ങിയത്, സൈനബ് എങ്ങനെയാണ് മടങ്ങിയത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് മടങ്ങിയത്, റജഅത്ത് സൈനബ് ഇലാ ബൈത്തിഹ ഹസീനത്തുൻ. ഒന്നാമത്തെ സെന്റൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്, റജഅത്ത് സൈനബ് മടങ്ങിയിട്ടുണ്ട്, ഇലാ ബൈത്തിഹ തൻ്റെ വീട്ടിലേക്ക്, ഹസീനത്തൻ ദുഃഖിതയായി കൊണ്ടാണ്, ഹസീനത്തൻ ദുഃഖിതയായി കൊണ്ട്. അപ്പോഴത്തെ അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അവസ്ഥ സൂചിപ്പിക്കുന്ന പദങ്ങളെ ഹാല് എന്നാണ് പറയുക. ഹാലായിട്ട് വരുന്ന സെന്റൻസിൻ്റെ അല്ലെങ്കിൽ പദങ്ങളുടെ അവസാനത്തെ അക്ഷരത്തിന് ഫത്തഹായിരിക്കും എന്നുള്ളത്. ഇവിടെ ഹസീനത്തൻ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം അതാണ് വരിക, ഹസീനത്തൻ എന്നാണ് ഉത്തരം, അല്ലെങ്കിൽ ആ സെന്റൻസ് ആണ് ഉത്തരം. റജഅത്ത് സൈനബു ഇലാ ബൈത്തിഹ ഹസീനത്തൻ. ഇനി അർത്ഥം അറിയാത്ത ആളുകൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെ, കൈഫ റജഅത്ത് സൈനബ്. അപ്പോൾ കൈഫ എന്നാണ് ചോദ്യവാക്ക് മിക്കവാറും ആദ്യത്തിലാണ് വരിക. ബാക്കിയുള്ള വാക്കുകൾ വരുന്ന സെന്റൻസ് ഏതാണ് നോക്കിയാൽ മതി. അവിടെ റജഅത്ത് സൈനബ് എന്നുള്ള വരുന്ന വാക്ക് ഒന്നാമത്തെ സെന്റൻസ് ആണ്. ആ സെന്റൻസ് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തത് മുത്തറാദിഫ് പര്യായ പദം, സിനോണിം എന്നാണ് എന്ന് നേരത്തെ പറഞ്ഞു. മുത്തറാദിഫു സ്വാഹിബത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി എന്നാണ്. സ്വാഹിബത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി എന്നാണ്. ഇവിടെ കൂട്ടുകാരിക്ക് ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, എന്താണ്, രണ്ടാമത്തെ വരി നോക്കുക, തുഫാരിഖു സ്വദീഖത്തഹ എന്നാണ്. സ്വദീഖത്തുൻ കൂട്ടുകാരി എന്ന് നമ്മൾ പറഞ്ഞു. സ്വദീഖത്തഹ എന്ന് പറയുമ്പോൾ അവളുടെ കൂട്ടുകാരി എന്നർത്ഥം, സ്വദീഖത്തുൻ എന്നാണെങ്കിൽ കൂട്ടുകാരി എന്നർത്ഥം. അപ്പോൾ സ്വാഹിബത്തുൻ മുത്തറാദിഫ് സ്വദീഖത്ത്, അല്ലെങ്കിൽ സ്വദീഖത്തുൻ മുത്തറാദിഫ് സ്വാഹിബത്ത്. മൂന്നാമത്തത് മുഫ്രദു ബുയൂത്തുൻ എന്നാണ്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്. ബുയൂത്തുൻ എന്നുള്ളതിൻ്റെ മുഫ്രദ് ഏകവചനാണ്. ബുയൂത്തുൻ എന്ന് പറഞ്ഞാൽ വീടുകൾ, അതിൻ്റെ മുഫ്രദ് അവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവാൻ വേണ്ടി പറ്റും, അത് ബൈത്തുൻ എന്നാണ്.
ബൈത്തുൻ എന്നാണ് ഉത്തരമായിട്ട് വരിക. ബൈത്തിഹ എന്ന് പറഞ്ഞില്ലേ ഒന്നാമത്തെ സെൻറ്റൻസിൽ, അവളുടെ വീട് എന്ന് പറഞ്ഞില്ലേ. ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്കും കൂടെ ഉണ്ട്. മുഫ്രദാണ് വേണ്ടത് എന്നുണ്ടെങ്കിലും ജമ്മാണ് വേണ്ടത് എന്നുണ്ടെങ്കിലും അതിലുള്ള തന്നിരിക്കുന്ന വാക്കിലെ അലിഫ് വാവ് യാ എന്നുള്ള അക്ഷരങ്ങൾ മാറ്റി നിർത്തുക. ഇവിടെ ബുയൂത്തുൻ എന്നുള്ളതിൽ വാവ് ഉണ്ട്, അത് മാറ്റി നിർത്തുക. ബാക്കി ഏതൊക്കെ അക്ഷരങ്ങളാണുള്ളത്? ബാ, യാ, ത. ഈ ബാവും യാവും താവും ഓർഡറിൽ വരുന്ന വാക്ക് ഏതെങ്കിലും പാരഗ്രാഫിലുണ്ടോ നോക്കിയാൽ മതി. അത് ബൈത്തുൻ എന്നാണ്. ബൈത്തിഹ എന്നുള്ളതിലെ ബൈത്തുൻ എന്നാണ് അത്. ആ രൂപത്തിൽ നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നാലാമത്തത് മാലി എന്നാണ്. മാലി എന്ന് പറഞ്ഞാൽ ഭൂതകാലം, കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അപ്പോൾ മുലാരി ആയിരിക്കും മിക്കവാറും അവിടെ തന്നിട്ടുണ്ടാവുക. മാലി എഴുതാൻ വേണ്ടിയിട്ട് മുലാരി അവിടെ തന്നിട്ടുണ്ടാവും. അവിടെ യുലാഹിദു എന്നാണ്. മുലാരിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് യാ, താ, അലിഫ്, നൂന്. ഒന്നുകൂടെ പറഞ്ഞാണ്, യാ, താ, അലിഫ്, നൂന്. ഈ 4 ഹർഫുകളായിരിക്കും മുലാരിൻ്റെ അക്ഷരങ്ങൾ. എന്ന് പറഞ്ഞാൽ മുലാരിയായ വാക്കിൻ്റെ ആദ്യത്തിൽ ഒന്നില്ലെങ്കിൽ യാ ഉണ്ടാവും, അല്ലെങ്കിൽ താ ഉണ്ടാവും, അല്ലെങ്കിൽ അലിഫ് ഉണ്ടാവും, അല്ലെങ്കിൽ നൂൻ ഉണ്ടാവും. ഈ 4-ൽ ഒന്നേ ഉണ്ടാവുള്ളൂ. ഇവിടെ യുലാഹിദു എന്നുള്ളതിൽ യാ ആണ് മുലാറത്തിൻ്റെ ഹർഫ്, മുലാരിയുടെ ഹർഫായിട്ട് അക്ഷരമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരങ്ങൾ നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് മാലി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ലാഹല എന്നുള്ള രണ്ടാമത്തെ വരിയിൽ കൊടുത്തിട്ടുണ്ട്, ലാഹലൽ വാലിദു എന്നുള്ളത്. അപ്പോൾ യുലാഹിദു എന്നുള്ളതിൻ്റെ മാലി ലാഹല എന്നുള്ളതാണ്. അഞ്ചാമത്തെ സെൻറ്റൻസ് വരുന്ന അഞ്ചാമത്തെ ചോദ്യം വരുന്നത് മുത്തറാദിഫുൻ. വീണ്ടും ഒരു പര്യായ പദം എഴുതാനാണ്. മുത്തറാദിഫ് പര്യായ പദം, അതേ അർത്ഥത്തിൽ വരുന്ന വേറൊരു വാക്ക് കണ്ടുപിടിക്കാനാണ്. ബ്രാക്കറ്റിൽ അബുൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അബുൻ എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണ്. പിതാവ് എന്നുള്ളതിന് ഒരുപാട് പര്യായ പദങ്ങൾ നമുക്കറിയാം. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് അൽ വാലിദ്, ഉപ്പ എന്നുള്ളത്. അതുതന്നെയാണ് ഇവിടെ പാരഗ്രാഫിലും കൊടുത്തുള്ള ലാഹലൽ വാലിദു, ഉപ്പ നിരീക്ഷിച്ചു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ചോദ്യങ്ങൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള മുത്തറാദിഫ് പര്യായ പദങ്ങൾ, മാലി, മുലാരി, അതേപോലെ മുഫ്രദ്, ജം, ഇതൊക്കെ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് തന്നെ പരീക്ഷയിലേക്ക് തയ്യാറായിട്ട് ചെല്ലണം എന്നാണ് പറയാനുള്ളത്. മൂന്നാമത്തെ ചോദ്യം വരുന്നത് റത്തിബ് അൽ കലിമാത്തി ഹത്താ തസ്വീറ ജുംലത്തൻ സ്വഹീഹത്തൻ എന്നാണ്. റത്തിബ് അൽ കലിമാത്ത്, റത്തിബ് എന്ന് പറഞ്ഞാൽ ഓർഡറിൽ എഴുതാനാണ്. അൽ കലിമാത്തി പദങ്ങൾ തെർത്തീബാക്കുക. റത്തിബ് എന്ന് പറഞ്ഞാൽ തെർത്തീബാക്കുക. ഹത്താ തസ്വീറ ആവുന്നത് വരെ, എന്താവുന്നത് വരെ? ജുംലത്തൻ സ്വഹീഹത്തൻ, ശരിയായ ഒരു സെൻറ്റൻസ്, ശരിയായ സെൻറ്റൻസ് ആവുന്നത് വരെ എന്ത് ചെയ്യണം, ഇതിങ്ങനെ തെർത്തീബാക്കിക്കൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് ശരിയാക്കുക? ഫിഅല്, ഫാഇല്, മഫ്ഊലും ബിഹി, ഈ തരത്തിലുള്ള സെൻറ്റൻസുകൾ വരും. അല്ലെങ്കിൽ മുബ്തദ, ഖബർ പോലത്തെ സെൻറ്റൻസുകളൊക്കെയാണ് ജുംലത്തുൻ ഇസ്മിയൊക്കെ ആയിട്ട് വരാറുള്ളത്. നോക്കുക, ഒന്നാമത്തെ സെൻറ്റൻസിൽ ഏതെങ്കിലും ഫിഅലുകൾ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ് അർത്ഥമെന്ന് നമ്മൾ പറഞ്ഞു. അസംന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്നുള്ള ഒരു പ്രവർത്തനമാണ്. തീരുമാനിച്ചു എന്നുള്ളത് ഒരു പ്രവർത്തനമാണ്. അസമ തീരുമാനിച്ചു എന്നുള്ള ഒരു ഫിഅലാണ്. ഇനി ഇലാ തമിഴ്നാടു, തമിഴ്നാട്ടിലേക്ക്. ഇലാ തമിഴ്നാടു, തമിഴ്നാട്ടിലേക്ക്. റുജൂ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നാണ്, മടക്കം എന്നാണ്. മടങ്ങി എന്നല്ല. മടങ്ങി എന്നാണെങ്കിൽ അതൊരു ഫിഅലാണ്. മടക്കം എന്ന് പറഞ്ഞാൽ അതൊരു പ്രവർത്തനമല്ല, ഒരു ഇസ്മാണ്, ഒരു കാര്യത്തിൻ്റെ പേരാണ്. ഇപ്പോൾ ഇവിടെ അസംന എന്നാണ് ആദ്യം വരിക. ഞങ്ങൾ തീരുമാനിച്ചു. എന്തിനാണ് തീരുമാനിച്ചത്? അസമ എന്നുള്ള വരുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ അല എന്ന് ചേർന്ന് വരും. അപ്പോൾ അസംന ഞങ്ങൾ തീരുമാനിച്ചു. അല റുജൂഇ മടങ്ങാൻ വേണ്ടിയിട്ട്, മടങ്ങുന്നതിൻ്റെ മേൽ ഞങ്ങൾ തീരുമാനിച്ചു. എങ്ങോട്ട്? ഇലാ തമിഴ്നാടു, തമിഴ്നാട്ടിലേക്ക്. അങ്ങനെയാണ് ഉത്തരം വരിക കേട്ടോ. അസംന അല റുജൂഇ ഇലാ തമിഴ്നാടു. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ കാജൽ എന്നാണ്. കാജലും എന്നാണ്. സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഒരിക്കലും എന്ത് ചെയ്യൂല, കാജൽ എന്ന് പറഞ്ഞിട്ട് വരൂല. ഒരു കാര്യം പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം പറയുമ്പോഴാണ് വ എന്നുള്ളത് വരിക.
ഓക്കെ. അതേപോലെ സൈനബ് എന്നുള്ളതാണ്. സൈനബ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ പേര്. കാജൽ എന്ന് പറഞ്ഞത് ഒരു കുട്ടിയുടെ പേരാണ്. അപ്പോൾ സൈനബ് വ കാജൽ എന്ന് വരും. സൈനബും കാജലും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഹമീമത്താനി അടുത്ത, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള എന്നാണ് അർത്ഥം. സുദീഖത്താനി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരികളാണ്. അപ്പം എങ്ങനെയാണ് ഇത് വരിക? സൈനബ് വ കാജൽ, സൈനബും കാജലും, സുദീഖത്താനി അവർ രണ്ടാളുകളും കൂട്ടുകാരികളാണ്, ഹമീമത്താനി അടുത്ത, വളരെ അടുത്ത എന്നുള്ളതാണ്. അതിൽ തന്നെ മൂന്നാമത്തെ വരുന്നത് അൽ മുദർരിസു അധ്യാപകൻ, അൽ മുദർരിസു അധ്യാപകൻ, ബിൽ വാലിദി പിതാവിനെ കൊണ്ട് അല്ലെങ്കിൽ പിതാവിനോട്, ഇത്തസ്വല കോണ്ടാക്ട് ചെയ്തു, ബാബു, ബാബു ഒരു കുട്ടിയുടെ പേരാണ്. നമ്മൾ ആദ്യം ഫിഅലാണ് എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇത്തസ്വല വിളിച്ചു, വിളിക്കുക എന്നുള്ളത് ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അതാദ്യം എഴുതി. ഇത്തസ്വല വിളിച്ചു. ആരാണ് വിളിച്ചത്? അൽ മുദർരിസു അധ്യാപകൻ, അധ്യാപകൻ വിളിച്ചു. ഫിഅലിൻ്റെ കഴിഞ്ഞിട്ട് ഫായിലാണ്, പ്രവൃത്തി ചെയ്ത ആളെയാണ് എഴുതേണ്ടത്. പ്രവൃത്തി ചെയ്ത ആളുടെ അവസാനത്തെ അക്ഷരത്തിന് എപ്പോഴും ലൊമ്മായിരിക്കും. അതുകൊണ്ട് അൽ മുദർരിസു അധ്യാപകൻ വിളിച്ചു. ഇനി ആരെയാണ് വിളിച്ചത്? അതിൻ്റെ മുന്നേ ബി എന്ന് വരണം എന്ന് നമ്മൾ പറഞ്ഞു. ഇത്തസ്വല എന്ന് വന്നാൽ ബി എന്നുള്ളത് വരണം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾ മറന്നുപോയോ? ഇല്ല. അപ്പോൾ ഇത്തസ്വലൽ മുദർരിസു അധ്യാപകൻ വിളിച്ചു, ബി വാലിദിൻ പിതാവിനെ, പിതാവിനെ വിളിച്ചു. ആരുടെ പിതാവാണ്? ബാബു, ബാബുവിൻ്റെ പിതാവിനെ വിളിച്ചു എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തത് മിൻ അൽ വലതു, മിൻ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഇൽ നിന്ന് എന്നാണ്. അൽ വലതു കുട്ടി, അഷായ് എന്ന് പറഞ്ഞാൽ ചായ എന്നാണ്, ചായ എന്നാണ്. ഉമ്മിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉമ്മ എന്നാണ്. ഉമ്മുൻ എന്ന് പറഞ്ഞാൽ ഉമ്മ, ഉമ്മിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉമ്മ എന്നാണ്. ത്വലബ എന്ന് പറഞ്ഞാൽ ചോദിച്ചു, ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ ആവശ്യപ്പെടുക എന്നുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ അത് നമ്മൾ ആദ്യം എഴുതുന്നു. ത്വലബ ആവശ്യപ്പെട്ടു. ആരാണ് ആവശ്യപ്പെട്ടത്? അൽ വലതു. ദാലിന് കണ്ടില്ല നിങ്ങൾ ലൊമ്മ്. അപ്പോൾ ഫായിലിൻ്റെ അവസാനത്തിൽ ലൊമ്മ് വരുമെന്ന് തൊട്ട് മുന്നേ പോലും നമ്മൾ പറഞ്ഞു. അപ്പോൾ ത്വലബൽ വലതു കുട്ടി ആവശ്യപ്പെട്ടു. ആരിൽ നിന്നാണോ ആവശ്യപ്പെട്ടത് അതിൻ്റെ മുന്നിൽ മിൻ എന്നുള്ള വരും. ത്വലബ എന്നുള്ള വരുന്ന സെൻറ്റൻസിലൊക്കെ മിൻ എന്നുള്ളതും വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആരോടാണ് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ആവശ്യപ്പെട്ടത് അതിൻ്റെ മുന്നിലാണ് മിൻ എന്ന് വരിക. അപ്പോൾ ത്വലബൽ വലതു മിൻ ഉമ്മിഹി അവൻ്റെ ഉമ്മയിൽ നിന്ന് ആവശ്യപ്പെട്ടു. എന്താണ് ആവശ്യപ്പെട്ടത്? അഷായ് ചായ ആവശ്യപ്പെട്ടു. കുട്ടി ഉമ്മയോട് ചായ ആവശ്യപ്പെട്ടു എന്നാണ് വരുന്നത്. ഇനി നാലാമത്തെ നോക്കുകയാണെങ്കിലോ, കമ്മിൽ നിങ്ങൾ പൂർത്തിയാക്കുക. എന്താണ് പൂർത്തിയാക്കേണ്ടത്? അൽ ജദ്വലു ടേബിൾ, താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ. ഇനി ജദ്വല് കണ്ടാൽ, ജദ്വലുൻ എന്ന് കണ്ടാൽ എന്താണെന്ന് അന്താളിച്ചിരിക്കേണ്ട. പരീക്ഷയിലെ ചോദ്യ പേപ്പറിൽ ജദ്വലുൻ എന്ന് പറഞ്ഞാൽ ടേബിൾ എന്നാണ്. അൽ ജം വൽ മുഫ്രദു, ജംഉം മുഫ്രദും എഴുതാനാണ്. കുമാഷുൻ അതിൻ്റെ ജം എഴുതണം. കുമാഷിൻ്റെ അക്മിഷത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ റആയ എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദി ആയത്തുൻ എന്നാണ് വരിക. അതേപോലെ സൗബുൻ എന്നാണ് പുറത്ത് വരിക. അതിൻ്റെതാണ് സിയാബുൻ വസ്ത്രങ്ങൾ എന്നുള്ളത്. യൗമുൻ ദിവസം, അയ്യാമ് ദിവസങ്ങൾ. ഖലീഫ എന്നാണ് ഭരണാധികാരി. ഖുലഫ ഉൻ അതിൻ്റെ ജം ആണ്. മസ്ന ഉൻ എന്നുള്ളതിൻ്റെ മസ്വാനി ഉൻ എന്നാണ് ഫാക്ടറികൾ എന്നാണ്. ദർസുൻ പാഠം, ദുറൂസുൻ പാഠങ്ങൾ, ഇങ്ങനെയാണ് വരിക. ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് എന്താ? കമ്മിൽ അൽ ഫറ, കമ്മിൽ നിങ്ങൾ പൂർത്തിയാക്കുക. അൽ ഫറ വിട്ട ഭാഗം പൂർത്തിയാക്കുക. ബിസ്വിഅത്തിൻ മുനാസിബത്തിൻ യോജിച്ച പദങ്ങളെ കൊണ്ട്, യോജിച്ച ഫോർമാറ്റ് കൊണ്ട്. മുനാസിബത്തിൻ മഅല്ലൊബത്ത് തിരുത്തലോടുകൂടെ എഡിറ്റ് ചെയ്തിട്ട് എന്താണ് യോജിച്ച ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അൽ മിസാൽ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ലൻ യഫൂസ വിജയിക്കുകയില്ല. ഇത്രയൊക്കെ പഠിച്ചിട്ട് ജയിക്കാതിരിക്കുമോ? അങ്ങനെയല്ല. ലൻ യഫൂസ ആരാണ്? അൽ കസ്ലാനു മടിയന്മാരൊരിക്കലും വിജയിക്കുകയില്ല എന്നാണ്. ഉറക്കൊന്നും ഒഴിവാക്കാതെ, പുസ്തകത്തിൻ്റെ മുന്നിലിരിക്കാതെ, ബുദ്ധിമുട്ടാതെ, ഒരു മടി പിടിച്ചിരിക്കുന്ന ആളുകളൊന്നും വിജയിക്കൂല എന്നാണ്. എല്ലാവരും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രാക്കറ്റിൽ ഫാസ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫാസ എന്നുള്ളതാണ് ഇപ്പുറത്ത് യഫൂസ എന്നായിട്ട് വന്നത്. ഫാസ
യഫൂസു എന്നാണ്. ലൻ എന്ന് മുന്നിൽ വന്നപ്പോൾ യഫൂസ എന്നായിട്ട് മാറി. ഇനി നോക്കുക, ലൻ ഡാഷ് അൽ മുഅ്മിനു എന്നാണ്. മുഅ്മിന് എന്ന് പറഞ്ഞാൽ വിശ്വാസി, സത്യവിശ്വാസി എന്നൊക്കെയാണ്. കദബ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. കദബയുടെ മുലാരി ആക്കുക യക്ദിബു എന്നാണ്. കദബ യക്ദിബു എന്നാണ് വരിക. കദബ യക്ദിബു. അവിടെ ലൻ എന്ന് വന്നതുകൊണ്ട് യക്ദിബു എന്ന് വരൂല, യക്ദിബ എന്നാണ്. അവസാനത്തെ അക്ഷരത്തിന് ഫത്തഹും കൂടെ ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ലൻ യക്ദിബ, നുണ പറയൂല, അൽ മുഅ്മിനു, സത്യവിശ്വാസി. നല്ലൊരു വിശ്വാസിയാണെങ്കിൽ നുണ പറയൂല. ഇനി നുണ പറയുന്ന ആളാണെങ്കിൽ വിശ്വാസിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നിങ്ങളൊന്നും ഇനി ഒരിക്കലും നുണ പറയരുത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് യുഹിബ്ബു ജാസിറുൻ അൻ ഡാഷ് അൻ നഷീദത്തുൽ അറബിയ. യുഹിബ്ബു ഇഷ്ടപ്പെടുന്നു, ജാസിറുൻ ജാസിർ ഇഷ്ടപ്പെടുകയാണ്, അൻ എന്തിനെയാണ് ഇഷ്ടപ്പെടുന്നത്, ഡാഷ് അൻ നഷീദത്തുൽ അറബിയ. അൻ നഷീദത്തുൽ അറബിയ എന്ന് പറഞ്ഞാൽ അറബിക് ഗാനം. അറബിക് ഗാനം പാടാൻ എന്ന് വരണം. അൻ എന്നവിടെ വന്നിട്ടുണ്ട്. അൻഷദ എന്നും കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. അൻഷദ എന്നുള്ളതിൻ്റെ മുലാരി എന്താ, അൻഷദ യുൻഷിദു എന്നാണ്. യുൻഷിദു എന്നുള്ളതിൽ ദു എന്ന് വരൂല, ദ എന്ന് തന്നെയാണ് വരിക. അപ്പോൾ അൻ യുൻഷിദ, പാട്ടുപാടാൻ എന്നാണ്. ഇനി മൂന്നാമത്തത് വരുന്നത് അന, ഞാൻ, ലൻ ഡാഷ് ഫിഷാരി, ഞാൻ ഫിഷാരി എന്ന് പറഞ്ഞാൽ റോട്ടിൽ എന്നാണ്. ലൈബ എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. കളിക്കുക, കളിച്ചു എന്നുള്ളത്. കളിക്കില്ല എന്ന് പറയണം. ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ലൻ അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി കളിക്കുക എന്നും കൂടെ ചേർന്ന് വരണം. ലൈബ എന്നുള്ളത് നേരെ മുലാരിയാക്കുക. ലൈബ യൽ അബു എന്നാണ്. ലൈബ യൽ അബു. ആ യൽ അബു എന്നുള്ളത് എഴുതുമ്പോൾ യൽ അബാഇന് എന്ത് ചെയ്യണം, ഫത്തഹും കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ലൻ വന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ലൻ യൽ അബ, കളിക്കുകയില്ല, ഫിഷാരി റോട്ടിൽ. അവസാനത്ത് വരുന്നത് തുരീദു ഫാത്തിമ, ഫാത്തിമ ഉദ്ദേശിക്കുന്നു അൻ ഡാഷ് മുദർരിസത്തൻ. എന്താണ് ഉദ്ദേശിക്കുന്നത്, മുദർരിസത്തൻ അധ്യാപിക എന്നാണ്. സ്വാറ എന്നാണ് ബ്രാക്കറ്റിൽ അർത്ഥം, ആയിത്തീർന്നു എന്നാണ്. സ്വാറ എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു. ആയിത്തീരാൻ വേണ്ടി എന്ന് പറയണം, അല്ലെങ്കിൽ ആയിത്തീരാൻ എന്ന് പറയണം. അതിന് അൻ എന്നുള്ള ഹർഫ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്വാറ എന്നുള്ള മുലാരിയാക്കുകയും വേണം. അവസാനത്തിൽ ഫത്തഹ് വരും വേണം. സ്വാറ യസ്വീറു എന്നാണ് മുലാരി വരിക. അതിൻ്റെ അവസാനത്തിൽ ഫത്തഹ് കൊടുക്കുകയാണെങ്കിൽ സ്വാറ യസ്വീറു ഉള്ളത് യസ്വീറ എന്നായിട്ട് മാറും. അവിടെ യസ്വീറ എന്നാക്കിയാലും കൂടെ പോരാ, അവിടെ പെണ്ണാണ്, ഫാത്തിമയാണ്. അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, യസ്വീറ ആണുങ്ങൾക്കാണ്. യസ്വീറ എന്നുള്ള സൊർഫാക്കുമ്പോൾ യസ്വീറാനി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൊർഫാക്കിയിട്ട് തസ്വീറ എന്നാണ് വരിക. യാ മാറ്റിയിട്ട് താ വരണം കേട്ടോ. പെണ്ണാണെങ്കിൽ അതും കൂടെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പം എങ്ങനെ വരിക, തുരീദു ഫാത്തിമ അൻ തസ്വീറ മുദർരിസത്തൻ. ഫാത്തിമ ഒരു അധ്യാപികയായി തീരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നാണ്. ആറാമത്തെ ചോദ്യം വരുന്നത് എന്താണ്, ലോ അദാത്തു മുനാസിബത്തിൻ ഫിൽ ഫറാ. ലോ നിങ്ങൾ ചേർക്കുക, അദാത്തുകൾ, അതായത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന അൻ ലൻ എന്ന് പോലത്തത് എന്ത് ചെയ്യുക, ചേർക്കാനാണ്. മുനാസിബത്തിൻ യോജിച്ചത്, ഫിൽ ഫറാ വിട്ട ഭാഗത്ത് എന്ത് ചെയ്യുക, അദാത്തുകൾ പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തത് ഉരീദു ഡാഷ് ഉസാഫിറ ഇലാ ലണ്ടൻ. ലണ്ടൻ എന്ന് പറഞ്ഞാൽ ലണ്ടൻ എന്നാണ്. ഇലാ ലേക്ക്, ലണ്ടനിലേക്ക്. ഉസാഫിറ എന്ന് പറഞ്ഞാൽ ഞാൻ യാത്ര പോവാൻ. ഉരീദു ഉദ്ദേശിക്കുക. ആ പോവാൻ എന്നുള്ള വരാൻ വേണ്ടിയിട്ട് അൻ എന്നാണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഉരീദു അൻ ഉസാഫിറ ഇലാ ലണ്ടൻ, അതെഴുതുമ്പോൾ അൻ എന്ന് കഴിഞ്ഞിട്ടുള്ള ഉസാഫിറയുടെ റാഇന് ഫത്തഹും കൂടെ വരാൻ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആവർത്തന വിരസത തോന്നുന്ന ആളുകൾ എന്ത് ചെയ്യുക, ക്ഷമിക്കുക. രണ്ടാമത്തെ ചോദ്യം വരുന്നത് ത്വലബൽ വാലിദു, കുട്ടി ആവശ്യപ്പെട്ടു, മിൻ വലദിഹി അവൻ്റെ കുട്ടിയിൽ നിന്ന്. ത്വലബൽ വാലിദു പിതാവ് ആവശ്യപ്പെട്ടു, മിൻ വലദിഹി തൻ്റെ കുട്ടിയിൽ നിന്ന്.
ഡാഷ് യർജി മിൻ ദുബായ്. യർജി എന്ന് പറഞ്ഞാൽ മടങ്ങുക. മിൻ ദുബായ്, ദുബായിൽ നിന്ന് മടങ്ങാൻ എന്ന് പറയണം. ആ മടങ്ങാൻ എന്നുള്ളതിന് അൻ എന്നാണ് വരിക എന്ന് നമ്മൾ പറഞ്ഞു. മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അൻ എന്നുള്ളത് 99% ഒരു സെൻറ്റൻസിൻ്റെ ആദ്യത്തിൽ എന്ത് ചെയ്യൂല, വരൂല. മൂന്നാമത്തെ നോക്കുക. ഡാഷ് യഫൂസൽ കസ്ലാൻ, മടിയന്മാർ ജയിക്കും എന്നാണ്. ഇല്ല എന്നാണ് നമ്മൾക്ക് പറയേണ്ടത്. ഈ സെൻറ്റൻസ് തൊട്ട് മുകളിൽ വന്നൂലേ. അപ്പോൾ അവിടെ എന്താ കൊടുത്തുള്ളത്, ലെൻ എന്നാണ്. ഒരിക്കലും ഇല്ല എന്നാണ് ലെൻ എന്നതിൻ്റെ ഉദ്ദേശം കേട്ടോ, അതിൻ്റെ അർത്ഥം. അപ്പോൾ ലൻ യഫൂസൽ കസ്ലാൻ, മടിയന്മാർ ഒരിക്കലും വിജയിക്കുകയില്ല. ഇനി അടുത്ത് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞു അൻ എന്നുള്ള ആദ്യത്തിൽ വരില്ല, മാത്രമല്ല അർത്ഥത്തിലും അത് യോജിച്ച് വരില്ല. നോക്കുക. ലൻ യൽ അബ, ഒരിക്കലും കളിക്കുകയില്ല. അൽ ഔലാദു, കുട്ടികൾ. മുഅദ്ദബൂന, അദബുള്ള അതായത് അച്ചടക്കമുള്ള കുട്ടികൾ കളിക്കുകയില്ല. ദാഖില സുഫി, ക്ലാസിൻ്റെ ഉള്ളിൽ. അച്ചടക്കമുള്ള കുട്ടികളൊന്നും ക്ലാസിൻ്റെ ഉള്ളിൽ കളിക്കുകയില്ല എന്നാണ് വരിക. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിലാണോ പുറത്താണോ കളിക്കുക? പുറത്ത് കളിക്കുന്ന കുട്ടികൾ എന്തെല്ലാം കളികളാണ് കളിക്കുക എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഭൂരിഭാഗം കുട്ടികളും കാണുന്ന കുട്ടികളൊന്നും ഇത് ലൈക്ക് അടിക്കാറില്ല. ഒരു ലൈക്ക് അടിക്കട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, ഈ പാർട്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കുറേ ലെങ്ത് കൂടി പോകുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ വരും. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും.